കൂട്ടുകാർക്ക് പൂപ്പിയെ ഇഷ്ടപ്പെട്ടോ? അവനാണ് നമ്മുടെ പുതിയ ചങ്ങാതി. പൂപ്പിക്കുട്ടൻ എപ്പോഴും സംശയങ്ങളാണ്. ഒരു 100 കൂട്ടം ചോദ്യങ്ങളാണ് എപ്പോഴും. പക്ഷേ ആള് പാവമാ കേട്ടോ. ഇന്നാളെ ഒരു ദിവസം അവൻ കോഴിയമ്മയോട് ചോദിക്കുക, മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടാവുന്നതെന്ന്. ഭാഗ്യം കോഴിയമ്മ ആയതുകൊണ്ട് വെറുതെ വിട്ടു. അപ്പോ പൂപ്പി എന്ത് കുസൃതിയാണ് കാട്ടിയതെന്ന് നമുക്ക് നോക്കാം. കോഴിയമ്മയും പൂപ്പിയും. എന്നെ ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല. എന്താ കോഴിയമ്മേ, എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? ഞാനൊരു മുട്ടയിട്ടു. അത് ഇത്ര വലിയ കാര്യമാണോ? നല്ല തമാശ. മുട്ടയിടാതെ എങ്ങനെയാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? മുട്ടയിട്ടാണോ അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്? നിനക്കിതൊന്നും അറിയില്ലേ? മുട്ട വിരിഞ്ഞാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഞാനും മുട്ട വിരിഞ്ഞാണോ ഉണ്ടായത്? മണ്ടൻ, നിന്നെ നിന്റെ അമ്മ പ്രസവിച്ചതാണ്. ഞങ്ങൾ പക്ഷികൾ മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുക. അതെയോ? ഞാനിവിടെ ഇരിക്കാം. കുഞ്ഞ് വിരിയുമ്പോൾ എനിക്കും കാണാമല്ലോ. ഇതിപ്പോഴൊന്നും വിരിയില്ല. ഞാൻ ഇനി ഇതുപോലെ 4 മുട്ടകൾ കൂടി ഇടും. 2 എണ്ണം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുട്ടകളുടെ പുറത്ത് ഞാൻ അടയിരിക്കും. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ വരും. ഹായ്, കുഞ്ഞുങ്ങളെ കാണാൻ നല്ല ചന്തമായിരിക്കും അല്ലേ? ഏയ്, എന്താ നിനക്ക് വേണ്ടത്? ഞാൻ മുട്ടയൊന്ന് നോക്കുവായിരുന്നു, ഒന്ന് കാണാൻ. വേണ്ട വേണ്ട, ആ കുസൃതിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഓ, ഒരു കുറുമ്പുകാരി. എനിക്ക് മുട്ടയും കാണണ്ട, കുഞ്ഞിനെയും കാണണ്ട. ഹായ്, എന്തു ചന്തമായിരിക്കും അവയെ കാണാൻ. അവയോട് കളിക്കാൻ കോഴിയമ്മ സമ്മതിക്കോ ആവോ? ഹായ്, കുരുവികളാണെന്ന് തോന്നുന്നു. നോക്കിയാലോ? കുരുവികളെ ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ശബ്ദം കോഴിക്കൂടിനടുത്ത് നിന്നാണല്ലോ. ഹായ് കുഞ്ഞുങ്ങൾ. പേടിക്കണ്ട, കുഞ്ഞുങ്ങളെ വന്ന് നോക്കിക്കോളൂ. പേടിക്കണ്ട മക്കളെ, പൂപ്പി നിങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ കോഴിയമ്മേ, എനിക്കൊരു സംശയം. കോഴിയമ്മയും ഇതുപോലെ മുട്ട വിരിഞ്ഞല്ലേ വന്നത്? അതെ, എന്താ സംശയം? അപ്പൊ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? എങ്ങനെയുണ്ട് നമ്മുടെ പൂപ്പിക്കുട്ടൻ? വലിയ കുസൃതിയാ കേട്ടോ. ഒരു ദിവസം പൂപ്പി ഒരു ഓന്തിനെ കണ്ടു. പാവം, പേടിച്ചുപോയി. എന്നാൽ ഓന്ത് അവനൊരു സൂത്രം കാട്ടിക്കൊടുത്തു. അപ്പോ